നമ്മുടെയൊക്കെ പറമ്പുകളിലും വഴിയോരങ്ങളിലും ഒരുപാടുണ്ടാകുന്ന ഒരു ഔഷധ സസ്യമായ ആവണക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഷൈൻ സ്മോൾ വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവണക്ക് രണ്ട് തരമാണല്ലോ ഉള്ളത്, വെള്ളയും ചുമപ്പും. വെള്ള ആവണക്കാണ് നമ്മൾ കൂടുതലും ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ആവണക്കിൻ്റെ കുരുവിന് വിഷമുണ്ട്. എണ്ണയാട്ടി കഴിയുമ്പോൾ എണ്ണയിൽ വിഷമില്ലാതാകുന്നു. സിദ്ധവൈദ്യത്തിൽ ആവണക്കിൻ്റെ കുരുവിനെ മുത്ത് എന്നാണ് വിളിക്കുന്നത്. നിരവധി ഔഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഇതിന് പ്രഭാവം കൂടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. സന്ധിവേദനയ്ക്ക് ആവണക്കിൻ്റെ ഇല ചൂടാക്കി വെച്ച് കെട്ടിയാൽ നല്ല ആശ്വാസം ലഭിക്കും. തലവേദന ശമിക്കുവാൻ ആവണക്കിൻ്റെ ഇല നെറ്റിയിൽ അരച്ചിട്ടാൽ മതി. ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും സമം ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയിൽ പുരട്ടിയാൽ മുടി വളരുവാൻ സാധിക്കും. കുറച്ച് നാള് തേക്കണം. ആവണക്കിൻ്റെ വേര് അരച്ച് കവിളിൽ പുരട്ടിയാൽ പല്ലുവേദനയും നീരും മാറിക്കിട്ടും. ചുമ ശമിക്കുവാൻ ആവണക്കിൻ്റെ എണ്ണ തൊണ്ടക്കുഴയിൽ പുരട്ടിയാൽ മതി. ആവണക്കിൻ്റെ ഇലയിട്ട വെള്ളം ചൂടാക്കി മേൽ കഴുകിയാൽ ശരീരവേദന മാറിക്കിട്ടും. അതുപോലെ തന്നെ മിക്ക കിഴി ഉണ്ടാക്കുവാനും ആവണക്കിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. ഉപ്പുറ്റി വിണ്ട് കീറുന്നതിന് കാൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവണക്കിൻ്റെ എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. കാലിലെ ആണി പോകുവാൻ ആവണക്കിൻ്റെ തളിരില പാലിൽ വേവിച്ച് അരച്ചു കെട്ടുന്നത് വളരെ ഗുണം ചെയ്യും. ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ പൂട്ടുവാൻ ആവണക്കിൻ്റെ കുരു അരച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ മൈഗ്രെയിന് ആവണക്കിൻ്റെ ഇല പിഴിഞ്ഞ് നിർഗന്ധയിലയിൽ ഒഴിച്ചാൽ ആശ്വാസം ലഭിക്കും. ആവണക്കിൻ്റെ എണ്ണയിൽ ഉഴിഞ്ഞില വേവിച്ചരച്ച് പുരട്ടിയാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയോട് കൂടിയ നീര്, വാതം എന്നിവ ശമിക്കും. വാതരോഗങ്ങൾക്കുള്ള പല മരുന്നുകളിലും പ്രധാന ചേരുവയാണ് ആവണക്ക്.